ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കടുക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. റാലിയായി വാ മൂടിക്കെട്ടിക്കൊണ്ടാണ് വിശ്വാസികളും ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? യൂജിൻ പെരേര അവിടെ സംസാരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ, കേരളത്തിൽ വലിയ പ്രതിഷേധമാണ്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അകാരണമായിട്ട് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യം പോലും നിഷേധിക്കുകയും ചെയ്ത ആ ഒരു സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു. ആ പ്രതിഷേധം ഇന്നിപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന് മുമ്പിലേക്കായിരുന്നു. രാജ്ഭവന് മുമ്പിലേക്ക് നടന്ന ഈ പ്രതിഷേധ റാലിയിൽ 100 കണക്കിന് ക്രൈസ്തവ വിശ്വാസികളും കന്യാസ്ത്രീകളും വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത്. ഇപ്പോൾ പ്രതിഷേധ റാലി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി രാജ്ഭവന് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. രാജ്ഭവന് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഇപ്പോൾ മറ്റ് വൈദികർ, വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാർ ഇരിപ്പുണ്ട്. അവർ ഒരു പൊതുയോഗത്തിൽ ഇവിടെ നടക്കുന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കേരളത്തിലെ കന്യാസ്ത്രീകൾ കറുത്ത റിബൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാ മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതാണ്. കേരളത്തിൽ ക്രൈസ്തവരോട് BJP കാണിക്കുന്ന ആ ഒരു സമീപനം ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ ഇല്ല. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന, ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനത ഇന്ന് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷം ജീവിക്കുന്നത് എന്നൊരു ആശങ്ക എല്ലാ ക്രൈസ്തവർക്കിടയിലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധം, BJPക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ റാലി ഇപ്പോൾ രാജ്ഭവന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 100 കണക്കിന് വിശ്വാസികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. 100 കണക്കിന് കന്യാസ്ത്രീകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. വലിയ പ്രതിഷേധം മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ ഈ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉണ്ടാവുകയാണ്. കേരള ചരിത്രത്തിലൊന്നും ഇതുപോലെ ഒരു പ്രതിഷേധം ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സംഘപരിവാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉത്തരേന്ത്യയിലേക്കടക്കം മറ്റ് പല ചാരിറ്റി പ്രവർത്തനത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനുമായിട്ടും ഒക്കെ കന്യാസ്ത്രീകളും മറ്റ് വൈദികരും ഒക്കെ പോകുന്നുണ്ട്. അവിടെ അവർ സമാനതകളില്ലാത്ത വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അധികം നേതൃത്വം നൽകുന്നത് സംഘപരിവാർ നിയന്ത്രിക്കുന്ന മറ്റ് അവരുടെ പോഷക സംഘടനകളുമാണ്. അപ്പോൾ അവർക്കെതിരെ ഇപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയില്ല എങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ മതേതരത്വത്തിന് കളങ്കമേൽക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നാളെ നമ്മുടെ നാട്ടിലും ഉണ്ടാവും. അതിനെ നമ്മൾ ചേർത്ത് തോൽപ്പിക്കണം എന്നുള്ള കാര്യം, അത്തരമൊരു മുദ്രാവാക്യത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ടാണ് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വൈദികരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമായ സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ 100 കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുകയാണ്. ഇപ്പോൾ വേദിയിലിരിക്കുന്ന ആളുകളെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര സംസാരിക്കുന്നു. അതിനുശേഷം KCBCയുടെ അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ മെത്രാപ്പൊലീത്തയുമായിട്ടുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമിയസ് കാതോലിക്ക ബാവ സംസാരിക്കും. തിരുവനന്തപുരം കൊല്ലം മർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള ഐസക് മാർ ഫിലക്സിനോസ് സംസാരിക്കും. പിന്നീടായിരിക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ സംസാരിക്കുക. നേരത്തെ നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് ആണ്. അദ്ദേഹവും പറഞ്ഞത് ഇതൊരു കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപനമാണ്. സംഘപരിവാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു. അതിനോട് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചില്ല എങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ നാളെ നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കുറേയധികം കന്യാസ്ത്രീകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്.